വേണമെങ്കിലും ബില്ല് അപ്രൂവ് ആക്കിക്കൊണ്ട് സ്റ്റോക്ക് പോയിന്റിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കത്തക്ക രീതിയിൽ, അതല്ലെങ്കിൽ കൊറിയർ വഴി കിട്ടുന്ന രീതിയിൽ കമ്പനി വളരെ ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പണം കൈകൊണ്ട് തൊടാത്ത ഡിജിറ്റൽ ഇന്ത്യ പോലെ പണം നേരിട്ട് കമ്പനിയിലേക്ക് വിടാനുള്ള സംവിധാനം നേരിട്ട് തന്നെ അവിടെ അപ്രൂവ് ആക്കിക്കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന താമസിയാണ്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് യാത്രാ വിതരണം പ്രൈവറ്റ് ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചില സാങ്കേതിക കാരണങ്ങൾ, ശാരീരിക പ്രോബ്ലം കൊണ്ട് ചോറ്റാനിക്കിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംബിക എന്ന പാടത്തിൻ്റെ ചില ശാരീരിക പ്രോബ്ലം കൊണ്ട് അത് ഇന്ന് ശ്രീസാമായും ഞങ്ങളെല്ലാവരും കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്നിവിടെ ഓഫീസിൻ്റെ പ്രവർത്തനം മറ്റും വളരെ ഭംഗിയായിട്ട് ആരംഭിക്കുന്ന ഈ ദിവസമാണ് ഇന്നത്തെ ഈ 23/2026 ഏപ്രിൽ 23 ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഹിന്ദു ഇതനുസരിച്ച് മേടം 10 വളരെ വിശേഷമാണ്. മേടം 10 എന്ന് പറഞ്ഞാൽ ഒരുപാട് ചടങ്ങുകളും പൂർവികരായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അമ്പലങ്ങളിലും വീടുകളിലൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു ദിവസം. അതിൻ്റെ അനുസരിച്ച് ഞങ്ങളൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന വ്യാഴാഴ്ചയും അതിൻ്റെ ഉദ്യ സമയമായ രാവിലെ 9:10 നമുക്കിവിടെ വിളക്ക് തെളിയേണ്ടതാണ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിളക്ക് തെളിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് കൂട്ടായിട്ടുള്ള ഓരോരുത്തരുടെയും ആശംസകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് ചർച്ചയും വിളക്ക് തെളിക്കുന്നതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വിശേഷപ്പെട്ട യാർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് കൊണ്ട് വിശേഷപ്പെട്ടൊരു പലഹാരം ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറും ഈ ഓഫീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതും നമുക്ക് ചായ കഴിച്ചതിന് ശേഷം ചായയും പലഹാരമൊക്കെ നമുക്ക് അപ്പുറം റൂമിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പള്ളിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അതിനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ്. നമ്മളവിടെ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ വന്നിരുന്ന നമുക്ക് കുറേ ചർച്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എത്തേണ്ടത് കേരളത്തിൻ്റെ മുഖ്യ ലീഡർ ചീഫ് നമ്മുടെ അൻവർ സാറായിരുന്നു. ശാരീരിക രാവിലെ 4 മണിക്ക് അദ്ദേഹത്തെ വിളിക്കുമ്പോഴും ശരീരം കൂടെ എത്താനില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ ഉച്ച കഴിഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ പഠിച്ചപടി 18 നമ്മുടെ ഡോക്ടർ സാർ വിളിക്കുന്ന ഹീലിംഗ് തെറാപ്പി ചെയ്യുന്നതാണ്. പിന്നെ ഈ രാജ്യങ്ങളിലുള്ള നമ്മുടെ ഡോക്ടറും ഒക്കെ നോക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും ആ വിഷമങ്ങളൊന്നും നമുക്കൊരു വിഷമങ്ങളല്ല. നമ്മളിലേക്ക് വരുന്ന വിഷമങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. അതെല്ലാം സന്തോഷത്തിൻ്റെ തുടക്കമായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമതെന്ന നിലയ്ക്ക് നമ്മുടെ സൂര്യ പുറക്കാട്ട് സാർ വന്ന് നമുക്ക് വളരെ സന്തോഷമാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റോക്ക് പോയിന്റിൻ്റെ വിതരണത്തോടൊപ്പം തന്നെ റീറ്റെയിൽ വിതരണമുണ്ട്. ഓരോ ദിവസങ്ങളിലും വിവിധ തരത്തിലുള്ള ഹെൽത്ത് അവയർനെസ് ക്ലാസുകളാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത് 2000 തൊട്ട് വിവിധ കാര്യങ്ങളിൽ കൂടെ കടന്നുപോയ വഴികളിലൂടെ സക്സസ് ആകാണ്ട് വരുന്നതിന് 1-2 കാര്യങ്ങളുണ്ട്. 1, 2 രോഗങ്ങൾ വന്നിട്ടുണ്ട്, മരുന്ന് കഴിച്ചാൽ മാറാത്തതിന് ചില കാരണങ്ങളുണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ 1, നമ്മുടെ മൈൻഡ് ബ്ലോക്കാണ്. നമ്മുടെ മൈൻഡാണ് കാരണം. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന ഭ്രൂണാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ തൊട്ട് അമ്മയ്ക്ക് കിട്ടുന്ന നെഗറ്റിവിറ്റികളല്ല നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ആ നെഗറ്റിവിറ്റിയോടു കൂടിയാണ് പോരുന്നത്. അതുകൊണ്ട് ഞാൻ മൂവാറ്റുപുഴ എൻ്റെ സ്വന്തം നാടായ മൂവാറ്റിൽ തന്നെ ഒരു ആശ്രമം സ്ഥാപിക്കാനുള്ള ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 വർഷമായിട്ട് 2000 തൊട്ട് അതിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു ആശ്രമമുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സക്സസ് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രാർത്ഥന കൊണ്ടോ മരുന്ന് കൊണ്ടോ രോഗം മാറാത്തൊരവസ്ഥ എൻ്റെ സ്വന്തം ഭാര്യയെ കണ്ടപ്പോഴാണ് കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാണ്. ആപവാദം എന്ന് പറഞ്ഞാൽ മാരകമായ രോഗം മരുന്നില്ല എന്നാണ് ചികിത്സാ രംഗത്തേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ മനസ്സിലായത്. ആയുർവേദം, അലോപ്പതി, സിദ്ധ, യുനാനി ഒരുപാട് തെറാപ്പികളും ഒക്കെ ചെയ്തിട്ടും ആ രോഗത്തെ മാറ്റാൻ കഴിയാണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് രക്ഷയില്ല, അവർ പറയത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ തിരിച്ച് വീട്ടിൽ കൊടുത്തിടുമ്പോൾ കുടുംബ സുഹൃത്ത് അവിടെയാണ് പ്രാർത്ഥനയുടെ ഒരു ഫലം വന്നത്. കുടുംബ സുഹൃത്തായ മോഹനൻ എന്നുള്ള കോട്ടപ്പടിക്കാരൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് പറയുകയും സപ്ലിമെൻറ്റ് തരികയും ആ സപ്ലിമെൻറ്റ് കൊടുത്ത് 9-ാമത്തെ ദിവസം തൊട്ട് 3-ാമത്തെ ദിവസം തൊട്ട് റിസൾട്ട് കണ്ടപ്പോഴാണ് ഈ സപ്ലിമെൻറ്റ് എന്താണെന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയാണ്. വിശേഷം പറയട്ടെ, 9 മാസം കൊണ്ട് പൂർവാധികം ഭംഗിയായി ശരീരത്തിലൊരു മുറിവോ ഓപ്പറേഷനോ ഒന്നും കൂടാണ്ട് സപ്ലിമെൻറ്റിൽ കൂടെ വയറ്റിൻ്റെ അസുഖം പൂർണ്ണമായി മാറിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വെല്ലസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അത്ര പിന്നീട് പറയാം സമയക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തിലാണ്. കാരണം
യാൻ ലാബിന്റെ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു സ്റ്റോക്ക് പോയിന്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം പ്രപഞ്ചശക്തി തന്നിട്ടുണ്ട് എങ്കിൽ ലീഡേഴ്സിന്റെ ഒക്കെ സഹകരണം ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് ലീഡേഴ്സ് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സഹകരണം കൊണ്ട് ഇന്നിവിടെ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ സ്റ്റോക്ക് പോയിന്റും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് മൈൻഡ് ബ്ലോക്ക് മണി ബ്ലോക്ക് മാറ്റുന്ന ചില ക്ലാസ്സുകൾ അത് ഡോക്ടർ പോൾ സാറിൻ്റെ കേരളത്തിലെ 6 ക്ലാസ് കഴിഞ്ഞ് എങ്കിൽ 7ാമത്തെ ക്ലാസ് അടുത്ത 28-ാം തീയതി ചൊവ്വാഴ്ച ഇതേ ഹാളിൽ തന്നെ നടക്കുകയാണ്. അതിൽ കൂടെ സാറിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ കിട്ടി. അവിടെ നേട്ടങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ ആ മൈൻഡ് ബ്ലോക്ക് മാറുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വെൽനസ് പ്രോഡക്റ്റ് കൂടി കഴിക്കുമ്പോൾ അവർക്ക് പൂർവാധികം ഭംഗിയായി ലോകത്തിൽ നിന്ന് പെട്ടെന്ന് വിമുക്തി നേടാനായിട്ട് കഴിയുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി മാത്രമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറ് നമ്മുടെ കൂടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സുനിൽ സാർ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ കെ സദാനന്ദ സാറുണ്ട്, അതുപോലെ തന്നെ റോബിൻ സാറൊക്കെ ധാരാളം പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ബില്ലടിച്ച് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 10:30 മുമ്പ് നമുക്ക് ദീപം തെളിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദീപം തെളിച്ചതിന് ശേഷം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഓരോരുത്തരുടെയും ഓരോ പ്രഭാഷണത്തിലൂടെ നമ്മുടെ യാത്രാ എന്താണെന്നും ജീവിതത്തിൽ എവിടെയാണ് പരാജയപ്പെട്ടതെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി യാത്രാ ഒരുക്കിയിരിക്കുന്ന എന്തെല്ലാം വിഭാഗങ്ങളാണ് എന്നൊക്കെ വിശദമായി മനസ്സിലാക്കി ഇനി ആളുകൾ 4 മണി വരെയൊക്കെ വരാതെ പറഞ്ഞിട്ട് ആളുകൾ വന്നോട്ടെ. ആളുകളുടെ എണ്ണത്തിലല്ല കാര്യം, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മികവ് എത്രമാത്രം ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടാൻ പറ്റുന്നു. അതാണ് യാത്രാവിലൂടെ നമ്മൾ ഓരോരുത്തരും സക്സസ് ആകുന്നു. നമ്മുടെ വീട്ടിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുന്നു. നാട്ടിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഓഫീസിൻ്റെ പ്രവർത്തനം അകത്താണ്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഡോക്ടർ സാറിനെയും സുനിൽ സാറിനെയും ശ്രീസ മാഡത്തിനെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒപ്പം തന്നെ വന്നുകൊണ്ട് ദൈവം തെളിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.